ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിക്കുന്നത് ട്രെയിനിലാണ് കേട്ടോ. എന്താ ചിരിക്കണേ, നമുക്ക് മലയാളം ഒന്നും അറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്റെ സെയിം പ്രായം ആണ്. നമ്മള് ഫോട്ടോഗ്രാഫറാണ്. സോ ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്പന്ദന. അപ്പം ആളും ഞാനും കൂടിയാണ് ഇപ്പോൾ ഒരു 2 days നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ വീർ ഫെസ്റ്റിവൽ, വി ആർ ഗോയിങ് ടു വീർ ഫെസ്റ്റിവൽ, റൈറ്റ്? ഓക്കെ. സോ ഞാൻ വീർ ഫെസ്റ്റിവലിനെ പറ്റി ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഒന്നും ഓർക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പുള്ളിക്കാരി ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് കുറേ ഇങ്ങനത്തെ ഫെസ്റ്റിവൽസിലൊക്കെ പോകും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വീർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, 3 days ആയിരിക്കും മെയിൻ. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. സോ നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ജനറലാണ് പോകുന്നത്. ജനറലിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. മൊത്തം നോക്കി ഫുള്ള് എന്താ പറയാ ആൾക്കാരാണ്. ആക്ച്വലി നമുക്ക് രണ്ടൊക്കെ സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ബോഗിയിൽ പെൺകുട്ടികൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തും കൂടെ നടക്കുന്നത് കണ്ടിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇറങ്ങി വന്നിട്ട് ഉള്ളിൽ സ്ഥലം തരാന്ന് പറഞ്ഞിട്ട് സ്ഥലം തന്നാണ്. ഈ പുള്ളിക്കാരനാണ് എനിക്ക് നടന്നു വന്ന് തന്നിട്ട്. താങ്ക് യു സോ മച്ച്. ആൾ ഒരുപാട് മിണ്ടുന്നു വന്നില്ല. അപ്പോൾ ആള് നല്ല ആളാണ്. സേഫായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നിരുന്നു കേട്ടോ. ഇപ്പൊ സേഫായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്താവെന്ന് അറിയില്ല, രാത്രിയാണ്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. രാവിലെ 9 മണിയാകുമ്പോഴാണ് നമ്മൾ എത്തുള്ളൂ. അവിടെ പൂനെയിലെത്തും. പിന്നെ പൂനെയിൽ നിന്ന് വീണ്ടും തിരിച്ച് ഈ റൂട്ടിലേക്ക് തന്നെ വരണം. കാരണം ആ എക്സാക്റ്റ് സ്ഥലത്ത് നമുക്ക് ട്രെയിൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഒരു 60 കിലോമീറ്റർ, പൂനെയിൽ നിന്ന് 60 കിലോമീറ്റർ ഉണ്ട് ഈ ഫെസ്റ്റിവലിൻ്റെ അങ്ങോട്ട്. വീർ എന്ന് പറഞ്ഞ വില്ലേജ് ആണ്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഒരൊറ്റ നൈറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജനറൽ ഞാൻ കയറുന്നത്. നിങ്ങൾക്കറിയാം, ലാസ്റ്റ് കുറേ നാളായിട്ട് ഞാൻ ജനറൽ കയറിയിട്ടേ ഇല്ല. ഫുള്ള് ഞാൻ AC-യിലാണായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ 1 month പിന്നെ ഹൈദരാബാദ് വന്നു. അവിടുന്ന് ഞാൻ ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ നാട്ടിലേക്ക് വന്നു. അവിടുന്ന് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അതൊക്കെ ഞാൻ AC ബുക്ക് ചെയ്ത് ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആയിരുന്നു. ഇത് പിന്നെ പ്ലാൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജനറലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര കൺജസ്റ്റഡ് ആണ്, പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി ഫസ്റ്റ് ടൈം ആണ് ജനറൽ. യു ആർ ഫസ്റ്റ് ടൈം ഇൻ ജനറൽ, റൈറ്റ്? സോ അവൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാനുള്ളതുകൊണ്ട് ഒരു ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കി നോക്കാം എന്താവുന്നുള്ളത്. ഫൈനലി നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, പൂനെയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൗ വാസ് യുവർ ട്രിപ്പ് ഇൻ ജനറൽ? ആക്ച്വലി ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങി, വിളിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ആണെങ്കിൽ ആകെ ടയർഡായിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി നമ്മൾ സ്ലീപ്പറിലാണുള്ളത്. പൂനെൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. എന്നിട്ട് അതിനുശേഷം ഞാൻ അവിടുന്ന് അതാണ് ബെറ്റർ എന്ന് നോക്കി, പക്ഷെ നോക്കിയപ്പോൾ ബെറ്റർ അല്ല. സോ വീണ്ടും ഞാൻ ഇതിൽ കയറി. അപ്പോൾ ഇത് സ്ലീപ്പറാണ്. സ്ലീപ്പറിൽ തന്നെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇന്നലെയൊക്കെ വാഷ്റൂം പോകാനൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഇതൊക്കെ സ്ലീപ്പറിലുള്ള അവസ്ഥയാണ് കേട്ടോ. ഇത് ഇറങ്ങാനുള്ളത് മാത്രമാണ്. ഫുള്ള് റഷായിരുന്നു. ജനറലിൻ്റെ കാര്യം പറയേ വേണം, നിൽക്കാനിരിക്കാനും നടക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സോ now we'll go by hitchhiking. Okay, we don't have any other option. Okay, actually ഇവിടുന്ന് നമുക്കിനി കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ ഹിച്ചൈക്ക് ചെയ്തിട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ഞാൻ കുറേ നാളായി ഇന്ത്യയിലെല്ലാം ഹിച്ചൈക്ക് ചെയ്തിട്ട്, പക്ഷേ എന്നാലും ഹിച്ചൈക്ക് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ ഉണ്ട് വീർ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് കേട്ടോ. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ആദ്യമാണെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഹിച്ചൈക്ക് ചെയ്താണ് ഞാൻ ഇന്ത്യയിൽ മൊത്തം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് ഹൈവേസും എക്സ്പ്രസ് ഹൈവേസൊക്കെയാണ് എൻ്റെ ഓർമ്മകളിൽ പൂനെ എന്ന് പറയുമ്പോൾ. പിന്നെ പൂനെയിൽ കുറേ നാൾ ഞാൻ പനി പിടിച്ച് കിടന്നായിരുന്നു. ഏകദേശം 1.5 ആഴ്ചയോളം പനി പിടിച്ച് കിടന്നതാണ് പൂനെയിൽ എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആളെനിക്ക് കുറേ കിച്ചടി അങ്ങനത്തെ ഒരു ഫുഡൊക്കെയാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അവിടെ വെജ് മാത്രമാണ് കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ ഓർക്കുന്നു ഇപ്പോൾ. അത് കുറേ നാളായി. കണ്ടോ, മൊത്തം റഷാണ് കേട്ടോ, ഭയങ്കര തിരക്കുള്ള സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മളിനി ഹിച്ചൈക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറിയാലാണ് വണ്ടി വല്ലതും കിട്ടുള്ളൂ. ഹൈവേയിലേക്ക് കയറണം. ഇവിടെ എന്തൊരു ട്രാഫിക്കാണെന്നറിയോ എൻ്റെ അമ്മോ. ഹൈദരാബാദ് അവിടെ ട്രാഫിക്കാന്ന് തോന്നി, ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ ട്രാഫിക്കാണ് ഇവിടെ. നമുക്കൊരു ഗ്യാപ്പ് തന്നെ അല്ല, കൈയൊക്കെ ഇങ്ങനെ വെച്ചാലും അവർ നിർത്തിയൊന്നും അല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ പോകണം.
അപ്പോൾ ബസ് തപ്പി പോവാണ്. തൊട്ടപ്പുറം ബസ് സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് ഔട്ട് സൈഡിൽ എത്തിയാലാണ് ഹിച്ചൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ബൈക്കൊക്കെ കിട്ടിയേനെ. പക്ഷേ ഒറ്റയ്ക്കല്ലാത്തതുകൊണ്ട് ടാസ്ക്കാണ്. ഇവിടെ കുറേ ബസ്സുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നേക്കുവാണ്. നമുക്ക് ഹിച്ചൈക്ക് ചെയ്യാനൊക്കെ പാടാവെന്ന് പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റേഷനിലാണ് വന്നേക്കുന്നത്. ഇപ്പോഴുള്ള ബസ്സൊക്കെ പോയിട്ടുണ്ട്. ശ്വാസവത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് കയറണം. പിന്നെ ഇപ്പോൾ സ്വർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. അത് കഴിഞ്ഞിട്ട് ശ്വാസത്തിന് വീണ്ടും ഒരു 25 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നിട്ടുണ്ട്. ഇപ്പം ബസ്സിൽ കയറാൻ പോകുന്നത് ഇവിടെ ചോദിച്ചപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ബസ്സാന്ന് പറഞ്ഞു. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആണെന്നാണ് തോന്നുന്നു. എന്തായാലും കയറി നോക്കട്ടെ. ഇപ്പോൾ തന്നെ ഫുള്ളായി, വന്നപ്പോൾ തന്നെ ഫുള്ളായിട്ടാണ് കേട്ടോ വരുന്നത്. എൻ്റെ ഒരു ആപ്പിളുണ്ട്, അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ അവൾ വടാപ്പാവാണ് കഴിക്കുന്നത്. ഓൾറെഡി ട്രെയിനിൽ നിന്ന് ഒരു 3 വടാപ്പാവ് ഞാൻ കഴിച്ചു. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ നോക്കിയാലും വടാപ്പാവായിരിക്കും. ഗരം ഗരം വടാപ്പാവും, അതാണ് മെയിൻ. ഞാനിപ്പോൾ ഈ ബസ്സിൽ കയറിയ സമയത്ത് എല്ലാവരും കയ്യിലൊരു ID കാർഡ് എടുക്കുന്നുണ്ട്. ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ല, അതായത് ഫ്രീ ആണെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്തിരിക്കുന്ന ആളൊക്കെ കയ്യിൽ ID കാർഡ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. നോ നീഡ് മണി नहीं चाहिए क्यों? ഓ ഹം ബഹുത് ഗരീബ് ലോഗ് എന്ന് പറയണേ. പാവപ്പെട്ടവരാണ് കൂടുതലെന്നാണ് പറയുന്നത്. All people are No, they don't need to pay. we need to pay, but local people they don't need to pay. Yeah, One vada pav. good government. Yeah. In Telangana also same thing. In Telangana and Andhra also you don't need to pay anything for women especially. ഓക്കെ, നമ്മളവിടെ മാത്രം അങ്ങനെ ഇല്ല കേട്ടോ. തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലും പെൺകുട്ടികളും ഇപ്പം ഞാനായാലും അവിടെ എത്തുമ്പോൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നേയൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്തപ്പോൾ അങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇവിടെ എന്തായാലും വേണം. ഞാൻ ഇവിടെ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടമുണ്ട്. ഏതൊരു സ്ഥലമാണ്, കറക്റ്റ് പേരെ അറിയില്ല. ശ്വാസത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് ഓറഞ്ചും മുന്തിരിയൊക്കെ മേടിച്ചു, കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല കരിമ്പ് ജ്യൂസ് കണ്ടു. അപ്പോൾ 2 കരിമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഹിച്ചൈക്ക് ചെയ്യാന്ന് തോന്നുന്നു. കാരണം ബസ് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ ബസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഹിച്ചൈക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാർക്ക് ചൂടും ഇതൊക്കെ ചെറിയ ടാസ്ക്കാണ്. എനിക്ക് പിന്നെ കുറേ നാളായിട്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് കുറേ എന്താ പറയുക മുന്നെല്ലാം പോയി ശീലമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഞാനിത് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണുള്ളത്. പക്ഷേ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്, സൺഗ്ലാസ് ഒക്കെ വെച്ച്. എനിക്കാണെങ്കിൽ ത്രോട്ട് പെയിൻ വന്നു തുടങ്ങി. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണോ, ഇന്നലെ പൊടി അടിച്ചു അതാണോ എന്നറിയില്ല. നല്ല ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട്. സോ എന്തായാലും ഒരു മാസ്ക് കിട്ടുമോ നോക്കണം. കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല പൊടി ഉണ്ട് ഇവിടെ വഴിയിലെല്ലാം. Finally reached. No, not yet. 25 kilometers. നല്ല അടിപൊളി കരിമ്പ്. ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ വീർ വില്ലേജിലേക്ക്. ഒരു 5 മിനിറ്റ് ലിഫ്റ്റ് അടിച്ചു. അപ്പൊ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സീതാ जा रहे हैं ना? ऐसा नहीं. हाँ ओके. Get in. പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ലൈഫിൽ ലിഫ്റ്റ് അടിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അടിപൊളി. അപ്പോൾ എൻ്റെ കൂടെ വന്നുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ശീലമായി, അതുകൊണ്ട് ഒരു സീനും ഇല്ല. താങ്ക് യു സോ മച്ച്. You thought hitchhiking is easy? Very easy. No, but they will stop in the normal places, but in Maharashtra. No. Maharashtra and all easy. Some places it will be hard. Some inner outskirts of UP or outskirts of Bihar and all, it will be difficult. But in the highway, it's easy only. Yeah. But sometimes it will take half an hour, sometimes 2 hours, 3 hours. I think for me, around 8 hours also I was waiting. But there is only few vehicles going on, so that I so പുള്ളിക്കാരിക്ക് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് ലിഫ്റ്റ് കിട്ടുമെന്നാണ്. അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല എന്ന് മനസ്സിലായി. അതായത് ഇപ്പോൾ ഈസി എൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടി. കാരണം ഒരു 5 മിനിറ്റ് നിന്നുള്ളൂ, അപ്പം തന്നെ കിട്ടിയായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ആള് മെയിൻ ഡയറക്ഷനിലൂടെയാണ് പോകുന്നത്. താങ്ക് യു സോ മച്ച്.
നല്ല ആളാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതേ ആ കാണുന്ന റോഡിൽ നേരെയാണ് എനിക്ക് പോകാനുള്ളത്. അവിടെ വീർന്നുള്ള ബോർഡെല്ലാം കാണുന്നുണ്ട്. Now it will be a small road, not a big one. Take care, take care. Yeah, I'll come, you go. അവള് നോക്കാണ്ടൊക്കെയാണ് ക്രോസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ക്യാമറ എടുക്കുവാണെങ്കിലും ഫോണിൽ യൂസ് ചെയ്യുവാണെങ്കിലും ഞാൻ അത്രയും നോക്കി സൂക്ഷിച്ചാണ് പോവാ. കാരണം അത് ശീലമായി. ഇത് പെട്ടെന്ന് തന്നെ അടുത്തൊരു വണ്ടി ലിഫ്റ്റ് കിട്ടി. ഞാൻ ക്രോസ് ചെയ്തപ്പോഴേക്കും പുള്ളിക്കാരി ഓൾറെഡി ലിഫ്റ്റ് അടിച്ചിരുന്നു. ഗുഡ് ജോബ്. പെട്ടെന്ന് തന്നെ പഠിച്ചു. ചൂടാണ്, പെട്ടെന്ന് എത്തണം എന്നുള്ള ഇതിലേക്ക്. താങ്ക് യു സോ മച്ച്. आपका नाम क्या है? सुयोग. ओके. वीर में आपका घर और नहीं दूसरा जगह है? दूसरे जगह. ओके. अभी इसी दर्शन करने के लिए. ഓ ദർശൻ. ഓക്കെ. ഓ ഫെസ്റ്റിവൽ ആണ് इसके लिए. അവിടേക്ക് തന്നെയാണ് പോകുന്നത്. എന്താ പറയാ, പ്രാർത്ഥിക്കാൻ ആയിട്ട് പോകുന്നതാണ് ആളെന്നാ പറയുന്നത്. കാരണം ഓൾറെഡി 11-ാം തീയതി അത് ഫെസ്റ്റിവൽ തുടങ്ങി. ഇനി നാളെയൊക്കെ മെയിൻ ആയിരിക്കും. നാളെ മറ്റന്നാന്ന് തോന്നുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇത്. അതോ നാളെയാണോ ഏറ്റവും ലാസ്റ്റ് എന്ന് എക്സാക്റ്റ് എൻ്റെ അറിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് കണ്ടോ, ഒരു വില്ലേജ് റോഡാണ്. റോഡൊക്കെ അത്യാവശ്യം നല്ലതാണ്, പക്ഷെ ഫുൾ വില്ലേജൊക്കെ ആയിട്ടുള്ള വീടുകളാണ് ഈ കാണുന്നത്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഫുള്ള് ടെമ്പിളാണ്. ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ടെമ്പിളിലെല്ലാവരും ടെൻ്റ് അടിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ കുളിക്കാനും എന്താ ചെയ്യണേന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നല്ല ചൂടെടുക്കുന്നുണ്ട്. ഒന്ന് കുളിക്കാൻ തോന്നുന്നുണ്ട്. ഏതെങ്കിലും വീട്ടിൽ കയറി കുറച്ച് വെള്ളം തരുമോ കുളിക്കാമെന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ വീടുകളൊക്കെ കുറവാണ്, എന്നാലും ഏതെങ്കിലും വീട്ടിൽ കയറി ചോദിക്കാനാണ് വിചാരിക്കുന്നത്. ഇങ്ങനൊരു വഴി കണ്ടപ്പോൾ ആ വഴിയിലൂടെ കയറി പോവാണ്. വീടുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ ടെൻ്റ് അടിക്കാനായാലും എന്തെങ്കിലും ഒരു സ്ഥലം ചോദിക്കണേ. ഇന്ന് രാത്രി താമസിക്കാൻ നട്ടുവെച്ച സമയമാണ്. ഇപ്പോൾ 12:31 ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഈ സമയത്തൊന്നും ഫെസ്റ്റിവലും കാര്യമായിട്ടില്ല. വൈകുന്നേരം 6 മണിക്കൊക്കെ ആയിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക. അതുകൊണ്ട് അവരോട് പോയി ചോദിച്ചോട്ടെ. ആളുകൾ ഫ്രണ്ട്ലി ആണോ എന്താണെന്ന് അറിയില്ല. പോയി ചോദിച്ചു നോക്കാം. ചില ആളുകൾക്ക് ഹിന്ദി തന്നെ അറിയണ്ടാവില്ല, മറാഠി മാത്രമായിരിക്കും അറിയുന്നത്. സ്ഥലമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഹലോ, हमारे के लिए थोड़ा नाना करने का टॉयलेट. इधर जगह नहीं है ना, टॉयलेट भी नहीं है. इधर का आदमी इधर ऐसा रहता है. थोड़ा मुश्किल हो जाएगा. विलेज है ना अंदर. ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ കുളിക്കാനും ഇതാക്കാനുള്ളൊരു സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. എന്താ പറയുക, കാറ്റൊക്കെ ഉണ്ട്, തണുപ്പൊക്കെ ഉണ്ട്. വേണമെങ്കിൽ इधर रश करेगा और उधर भी ला सम्मेलन. ओके. उधर मंदिर के पास है ना टॉयलेट. पब्लिक टॉयलेट. हाँ, पब्लिक टॉयलेट. It will be house. അവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അത് ഫുള്ള് വൃത്തി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഓപ്പണായിട്ട് നിന്ന് പോയാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ ടോയ്ലറ്റ്സ് പോകുന്ന സമയത്ത് ഹൈജീൻ അല്ലാണ്ട് പോയാൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. നട്ടുച്ച ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇന്നലെ ജനറൽ ഉറങ്ങാണ്ട് വന്നുകൊണ്ട് തന്നെ വൻ ടയർഡിലല്ലേ. ഇവിടെ വഴിയോര കച്ചവടങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. നമ്മുടെ പൂരം പോലെ തന്നെ കുറേ നമുക്ക് കാണാം. വെറുതെ ടാറ്റു അടിക്കുന്നതും അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ. ഞങ്ങളെന്തായാലും എവിടെയെങ്കിലും ഒരു ഫ്രഷപ്പാടുള്ള സ്ഥലം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കളർഫുൾ ആയിരിക്കും. നമ്മുടെ ഹോളി ഉണ്ടല്ലോ അതുപോലെ. പക്ഷെ ഇവിടെ റോസ് കളറിൽ മാത്രമാണ് അവർ മേത്തൊക്കെ ആക്കുകയുള്ളൂ. അത് ഒരു ടൈം ഉണ്ടെന്ന് തോന്നുന്നു. രാവിലെയും വൈകുന്നേരം തോന്നുന്നു. ഇന്ന് രാവിലത്തെ കഴിഞ്ഞു, ഇനി വൈകുന്നേരം ഉണ്ടെന്ന് തോന്നുന്നു. വൈകുന്നേരം സമയത്ത് പോകണം. അപ്പം അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളതെല്ലാം. അതേ ഉള്ളിലേക്ക് കയറി ദർശനത്തിന് വേണ്ടി വന്നേക്കാം കേട്ടോ. आपका यहाँ देवस्थान श्रीनाथ मुस्को देवस्थान में आपका बहुत बहुत स्वागत है. आप केरल से यहाँ पर हमारे भगवान के दर्शन करने के लिए यात्रा जो यहाँ चालू हो गया है अभी 11 फरवरी से 23 फरवरी तक ये जो यात्रा रहता है, तो यात्रा का दर्शन करने के लिए आप आए तो आपका भी देवस्थान की तरफ से बहुत बहुत स्वागत.
ये जो मंदिर है शिव जी का ही एक अवतार माना जाता है, जो कि बेलगांव से सोगल सोमनाथ बोल के जो मंदिर टेम्पल है वहाँ से होके शिव जी एक भक्त पीछे भक्ति के महिमा से यहाँ पे चले आए। और साल में 2 बार यहाँ पे ऐसा ही जुलूस साल में 2 बार मनाया जाता है। एक नवरात्रि के दिन 9 दिन जो होते हैं नवरात्रि के, वो 9 दिन में यहाँ जुलूस मनाया जाता है। और ये जो यात्रा रहती है मेन जुलूस रहता है। ये जो आप मूर्ति देख रहे हैं ये शिव जी की मूर्ति है, काल भैरव और जोगेश्वरी, वो शमशान में आए हैं, इसलिए यहाँ नाम उसका चेंज होके मस्कोबा नाम और जोगेश्वरी के नाम से यहाँ पे प्रसिद्ध है। पूरे महाराष्ट्र से और महाराष्ट्र के बाहर से देश भर के पूरे राज्यों से जिलों से यहाँ पे भाविक लोग दर्शन करने के लिए आते हैं। यहाँ भंडारा लेके गुलाल बोलते हैं उसको, गुलाल खोपरे का जो चढ़ावा चढ़ाया जाता है, तो चढ़ावा चढ़ाने के लिए पूरे भाविक यहाँ से आते हैं। लगभग 10 दिन में 30 से 35 लाख से ज़्यादा भाविक यहाँ पे दर्शन करने आते हैं। पूरे भारतवर्ष हमारी यात्रा रेड फेस्टिवल होके मनाई जाती है। पारंपरिक जो बोलते हैं इज फेस्टिवल रिलेटिव, पारंपरिक यात्रा जो वीर विलेज महाराष्ट्र पुणे डिस्ट्रिक्ट पुरंदर तहसील में जो वीरगांव है वो वीरगांव से यात्रा मनाई जाती है। ധന്യവാദം. ആള് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലത്തിലൂടെ തിരക്കാണ്, God is like a Kerala response from another district. From that place to in the sauce to here. देखने के लिए लोग आते हैं, वो भी चालू होने वाला है, स्टार्टिंग है। पालकी इसका भी है रे। अशी गर्दी हिंदूची आहेस का मुसलमान काही दार किंवा अर्ध्या
കൊണ്ടുപോകുന്നത് ഓരോ ഏരിയയിൽ ഓരോ ഫുഡാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും എന്തൊക്കെയോ പച്ചക്കറിയും കിച്ചടി ഉണ്ട്, എന്തൊക്കെയോ ഫുഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ആരൊക്കെ വരുന്നോ കാണാൻ അവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഭക്ഷണം നൽകും. Influencer is getting everything free. ഓ നോ, എവ്രിവൺ Give. എല്ലാവർക്കും കിട്ടും. അപ്പോൾ എന്താ പറയുക, താമസവും ഒക്കെ അവർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പോലെയാണ് ഉള്ളത്. ഈ ഒരു റൂമാണ് നമുക്ക് അവർ തന്നിട്ടുള്ളത്. ഓൾറെഡി ഇതേ ഇവിടെ വേറെ കുറേ റൂംസൊക്കെ ഉണ്ട്. ഈ പ്രോഗ്രാംസ് തൊട്ടപ്പുറേ നിങ്ങൾക്ക് ഇവിടെ തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റും. അവിടെ തൊട്ടപ്പുറയാണ് അമ്പലവും പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ. ബെഡ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പ്രശ്നമില്ല. അതെ, മിററൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മുഖത്തൊക്കെ മൊത്തം റെഡ് കളറാണ്. ഇതേ വാഷ്റൂമും ഉണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. കിടക്കാൻ വേണ്ടി ഞാനിത് എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് നിലത്ത് വിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈസിയാണ്, അല്ലെങ്കിൽ പാടായിട്ടുണ്ടാവും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.